ഇനി അടുത്തതായി മാജിക് അവന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 4 മണി പലഹാരത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രാതലിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാം. ഉപ്പുമാവ് വളരെ രുചികരമാണ്, ഉണ്ടാക്കാനും എളുപ്പം. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് സ്ലൈസസ് 8 എണ്ണം പൊടിച്ചെടുത്തത്, എണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവിന് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കുക. അപ്പോൾ നമ്മൾ 8 കഷ്ണം ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അത് മധുരം ഉള്ള ബ്രെഡ് വേണ്ട, സ്വീറ്റ് ബ്രെഡ് അല്ലാതെ സാധാരണ ബ്രെഡ്. അത് പൊടിച്ചെടുക്കുക. മിക്സി ഉപയോഗിച്ചിട്ട് ഒരു മിക്സിയിൽ 1 അടി അടിച്ചാൽ മതി, അത് നല്ലതായിട്ട് പൊടിഞ്ഞ് വരും. അങ്ങനെ പൊടിച്ചെടുത്താണ്. ഇത് 8 സ്ലൈസ് ബ്രെഡ്. ഇനി ആദ്യം എന്താ വേണ്ടേ, കുറച്ച് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഏത് തരം എണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എണ്ണ നല്ല ചൂടായിട്ടൊരു താളിക്ക്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നു പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പച്ചമുളക്, പിന്നെന്താ സവാള, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതുകൊണ്ട് ശരിക്കും ഇതൊരു ഉപ്പുമാവിൻ്റെ ഫീൽ തന്നെയാണ്. ഇതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഉപ്പുമാവായിരിക്കും, ഏത് തരം റവ ഉപ്പുമാവാണോ എന്താണ് നമുക്കൊരു ഐഡിയയും കിട്ടില്ല, പക്ഷേ കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ടിഫിനിൽ കൊടുത്തയക്കാം, പിന്നെന്താ രാവിലെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി പലഹാരം. സാധാരണ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ പക്കോടാസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ബ്രെഡ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ, പുഡിങ്സ് ഉണ്ടാക്കാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും ഇതൊരു ചെറിയ പലഹാരം പോലെ നമുക്ക് ചെയ്യാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക് 2, 3, 4 എത്ര വേണമെങ്കിലും ഇടാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില, ആവശ്യാനുസരണം കറിവേപ്പിലയും, ഈ സവാള. അപ്പോൾ 2 ഇടത്തരം ചെറിയ സവാളയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി കൂടെ വലുതായാലും നല്ലത്. ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി പച്ചമുളക് 4-5 നമ്മളുടെ എരിവിന് വേണ്ടത്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കും. ഒരു പക്ഷേ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതിയെന്ന് വയ്ക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി നിറമൊക്കെ മാറാൻ തുടങ്ങട്ടെ, അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി ഒരു പിങ്ക് കളറായി കഴിഞ്ഞു. പച്ചമുളകൊക്കെ വാടിക്കഴിഞ്ഞു. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല, ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വെച്ചേക്കാം. ഇനി എന്താണ് അടുത്തത്, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിച്ചിരി നമ്മൾ കുറച്ച് ആവശ്യത്തിന് സ്പൈസി ആയിട്ടൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ലേക്ക്, അപ്പോൾ കുറച്ചുകൂടെ മോഡറേറ്റ് ആക്കാം. നമ്മുടെ എരിവ് ആവശ്യാനുസരണം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചച്ചുവ മാറും, മൂക്കുന്നൊരു മണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ ഉണ്ടാവില്ലേ, അത് പാടില്ല, മൂക്കണം. മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ്, ഇത് 8 കഷ്ണം ബ്രെഡാണ്. പൊടിച്ച ബ്രെഡ് ചേർക്കുന്നു. നമ്മുടെ ഉപ്പുമാവിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി.
ഇതിനോടൊപ്പം ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ മധുരമില്ലാത്ത ബ്രെഡാണെങ്കിൽ പഞ്ചസാര 1 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. സ്വീറ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ പഞ്ചസാരയൊന്നും ചേർക്കരുത്. എല്ലാ കാര്യങ്ങളുമായി നല്ല കളർഫുള്ളായി. ഇനി ലാസ്റ്റ് തേങ്ങ ചിരകിയത്, അത് ആവശ്യാനുസരണമാണ്. 1 കപ്പ് മുതൽ 1.5 കപ്പോ എത്ര വേണമെങ്കിലും ചേർക്കാം, നമ്മളുടെ ഇഷ്ടം. ഉപ്പുമാവിന് കുറച്ച് തേങ്ങയൊക്കെ ഉള്ളത് കുറച്ച് സ്വാദാണ്, നല്ലതായിരിക്കും. അങ്ങനെ ഏതാണ്ട് 1.25 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്തു. ഇനി ഉപ്പൊക്കെ നോക്കുക, പോരാത്ത ഉപ്പ് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലിനി എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഈ എരിവിൻ്റെ കാര്യമൊക്കെ കുറയ്ക്കുക. എന്നിട്ട് അതിന് പകരം വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെന്താ ഫ്രൈഡ് റൈസിന് ചേർക്കുന്ന പോലെ ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാബേജ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയെല്ലാം വേണമെങ്കിൽ മാറ്റങ്ങളോടുകൂടി ചെയ്യാം. അതെല്ലാം നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന ആ ഒരു സമയത്താണ് ചേർക്കേണ്ടത്, എല്ലാം വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ആ തേങ്ങയുടെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ മാത്രം ഇളക്കിയാൽ ഉപ്പൊക്കെ ക്രമീകരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവ് റെഡി. ഇനി ഇതിൽ വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ധാരാളമായിട്ട് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഇനി എന്താ പറയുക, മുട്ട ചേർക്കണമെങ്കിൽ അത് വേണമെങ്കിലും ആകാം, സ്ക്രാമ്പിൾ ചെയ്തിട്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ എന്തെങ്കിലും സ്പ്രൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, പയറ് മുളപ്പിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കുറച്ച് മല്ലിയിലയുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുള്ളായി. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയായിട്ട് നമുക്ക് മല്ലിയില കൊണ്ടോ എന്തെങ്കിലും അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.